കാട്ടാളനിൽ പെപ്പയ്ക്കൊപ്പം ഹനാൻ ഷായും എത്തുന്നു എന്ന അറിയിപ്പ് വന്നത് മുതൽ തുടങ്ങിയ ഹൈപ്പാണ്. ഹാഷിറിന് വാഴാറ്റു കൊടുത്തത് 200 കോടി ക്ലബെങ്കിൽ 300 കോടി നേടും ഹനാൻ ഷാ എന്ന ഫാൻസ് ബിൽഡപ്പുകൾ വേറെ. ഒടുവിൽ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡയലോഗ് ഇല്ലെന്ന കാരണത്താൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന സോഷ്യൽ മീഡിയ. സൈബർ റിവേഴ്സ് ട്രെൻഡിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈര. എനിക്കറിയാത്ത ഏതോ പയ്യൻ, അവനെത്തുമ്പോൾ ജനങ്ങൾ തടിച്ചു കൂടുന്നു, പെൺകുട്ടികൾ സെൽഫിക്കായി ബഹളം കൂട്ടുന്നു. ആരുടെ ഇവൻ? മലയാളിയുടെ മെയിൽ ഈഗോയിൽ ഹനാൻ ഷായ്ക്കെതിരെ വളർന്നു വരുന്ന ഹെയ്റ്റ് അയാൾക്ക് ഇന്ന് വീണ്ടും സ്വീകാര്യത ഏറ്റുകയാണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായി വന്ന സ്റ്റാർഡം അല്ല ഹനാൻ ഷാ എന്ന 25-കാരൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത്തരം ട്രോളുകൾക്ക് തല്ലിക്കെടുത്താനാവുന്നതുമല്ല അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാമ്രാജ്യം. സിനിമയിൽ ഒരുവിധ അടിത്തറയും ഇല്ലാതിരുന്നിട്ടും അയാളുടെ ജനപ്രീതി കാരണം അയാളെ തേടി വന്ന കഥാപാത്രമാണ് കാട്ടാളനിലേത്. സിനിമ നല്ലതോ ചീത്തയോ, ഡയലോഗ് ഉണ്ടോ ഇല്ലയോ, ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിച്ചിരുന്ന പയ്യൻ ഇന്ന് ബിഗ് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. യുവാക്കൾക്കിടയിലെ പൂക്കി സിംഗറിന്റെ സിനി ക്യാമറയ്ക്ക് മുന്നിലെ വയലന്റ് ആക്ടർ ഗ്രേഡ് ഷിഫ്റ്റ് അത്ര ചെറുതാക്കി കാണാനും ആവില്ല. പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിയാതിരിക്കാൻ തൽപര വിഷയങ്ങളായ കലയും കായികവും മുഴുവനായും ഒഴിവാക്കിയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇവിടെ എത്തിപ്പെടുക എന്നത് ഹനാൻ ഷാ എന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പവുമായിരുന്നില്ല. സ്റ്റേജ് ഷോകളിലൂടെയും കലോത്സവ വേദികളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ജനപ്രീതി നേടിയ ഒരു മലപ്പുറംകാരനായ യുവാവ്, ഹൈസ്കൂൾ മാഷിന്റെ മകൻ. കുട്ടിക്കാലത്ത് പഠിച്ച ശാസ്ത്രീയ സംഗീതം പാട്ടിന്റെ അടിത്തറ. ഫുട്ബോളും കലോത്സവവും തലയ്ക്ക് പിടിച്ചപ്പോഴാണ് ഹനാൻ ഷായെ പഠിത്തത്തിൽ ഉഴപ്പാതിരിക്കാനായിട്ട് പിതാവ് താൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് മാറ്റിയത്. അധ്യാപകന്റെ മകൻ എന്ന പേര് നിലനിർത്തണമെന്ന ഉത്തരവാദിത്തം ഒരു വശത്ത്, പാട്ടിനോടും കലാപരിപാടികളോടും എതിർപ്പുണ്ടായിരുന്ന സ്കൂൾ മാനേജ്മെന്റ് പോളിസി തെറ്റിക്കാൻ പറ്റില്ലെന്ന നിബന്ധന മറ്റൊരിടത്ത്. അങ്ങനെ +2 വരെ ഇഷ്ടവിനോദങ്ങളെല്ലാം മാറ്റിവെച്ചുള്ള ഒരു പഠനം. അധ്യാപക കുടുംബത്തിലെ ഇളമുറക്കാരൻ ആ പരമ്പര തുടരണമെന്ന ആഗ്രഹമായിരുന്നു കുടുംബത്തിന്. TTCയും ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സും പൂർത്തിയാക്കി. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് 99% മാർക്ക് വാങ്ങി പാസ്സായി. 3 തവണ പരീക്ഷ എഴുതി 3-ാം വട്ടം നല്ല വിജയം നേടി. TTC കാലത്ത് ഒരു പരിപാടിയിൽ പാടിയ പാട്ടാണ് ഹനാന്റെ തലവര മാറ്റിയത്. സുഹൃത്തുക്കൾ നൽകിയ പ്രോത്സാഹനത്തിൽ ഹനാൻ ഷാ പാടി. അവർ പറഞ്ഞതുപോലെ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി. കൂട്ടുകാർക്ക് തന്റെ പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാൻ തോന്നിയാൽ കേൾക്കാൻ വേണ്ടി മാത്രം ഒരിടം, അത് മാത്രമായിരുന്നു അന്ന് മനസ്സിൽ. ഏതൊരു പാട്ടും സ്വന്തം ശൈലിയിലേക്ക് മാറ്റുന്നതാണ് ഹനാൻ ഷായുടെ രീതി. പക്ഷെ ആരും മോശം പറയാൻ പാടില്ല. പിയാനോ ചെയ്തിരുന്നവരോടൊക്കെ ചോദിച്ച് അഭിപ്രായം എടുത്തതിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ വരുത്താറുള്ളൂ. അങ്ങനെ ഒരിക്കൽ AR റഹ്മാന്റെ മുസ്തഫ മുസ്തഫ എന്ന ഗാനം കഴിയുന്നതും വേഗം കുറച്ച് ഹനാൻ അങ്ങ് പാടി. അതായിരുന്നു ഹനാൻ ഷായുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. റിസോർട്ടിൽ ഒത്തുകൂടിയ സമയത്ത് ക്യാമ്പ് ഫയർ ബാക്ക്ഗ്രൗണ്ട് ഫ്രെയിമിൽ ഹനാന്റെ മുഖവും വേണമെന്നായി സുഹൃത്തുക്കളുടെ നിർബന്ധം. അങ്ങനെ ഹനാൻ ആ ഗാനം സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഷൂട്ട് ചെയ്തു. പിറ്റേന്ന് പിറന്നാൾ സമ്മാനമായി ഫോളോവേഴ്സിന് കൊടുക്കാൻ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കി. റേഞ്ച് കിട്ടാൻ വയനാട്ടിലെ മലയുടെ മുകളിൽ കയറി അപ്ലോഡ് ചെയ്തു. 2000-3000 വ്യൂവേഴ്സിന് കിട്ടുമെന്ന് കരുതിയ സ്ഥലത്ത് 10 മണിക്കൂറിനുള്ളിൽ കടന്നത് 1,00,000 വ്യൂസ്. AR റഹ്മാൻ ഈ ഗാനം കേട്ടിരുന്നെങ്കിലെന്ന് വെറുതെ ഒന്ന് ഹനാനും കിനാവ് കണ്ടുപോയി. ആ മോഹം പക്ഷെ വെറുതെ ആയില്ല. അയൽപക്കത്തെ ഒരാൾക്ക് റഹ്മാന്റെ മകൾ ഖദീജയുമായി ബന്ധമുണ്ടായിരുന്നു. അവർ ആ ഗാനം റഹ്മാന്റെ മകൾക്കും മകനും അയച്ചു കൊടുത്തു. അവരത് റീഷെയർ ചെയ്തു. റഹ്മാൻ തന്റെ പാട്ട് കേട്ടു എന്ന പ്രതികരണം ഹനാൻ ഷായുടെ മനസ്സ് നിറച്ചു. ഗാനം IGTVയിൽ 1 മില്യൺ വ്യൂസ് തികച്ചു. താൻ പോലും അറിയാതെ സിനിമാ പിന്നണി ഗാനരംഗത്ത് പലരും ആ പാട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. 10 പേർ കേൾക്കുന്ന പ്ലാറ്റ്ഫോമിൽ പാടണമെന്ന് ആഗ്രഹിച്ച ഹനാൻ ഷായുടെ ശബ്ദം ഇന്ന് അയാളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ കേൾക്കുന്നത് 7.5 ലക്ഷത്തിനടുത്ത ആളുകളാണ്. പറയാതെ അറിയാതെ കരിമിഴി കുരുവിയെ കണ്ടില്ല പോലുള്ള പാട്ടുകളുടെ ഹനാൻ വേർഷന് ഇന്ന് ആരാധകരേറെയാണ്. മൂൺവാക്ക് എന്ന സിനിമയിലെ ഓ കിനാക്കാലം എന്ന പാട്ടാണ് തുടക്കമെങ്കിലും ഇൻഡിപെൻഡൻ്റായി ഇറങ്ങിയ ചിറാപ്പുഞ്ചി മഴയത്ത് ഏറ്റവും അധികം ആരാധക ശ്രദ്ധ നേടിയ പാട്ടായി മാറി. ലോകയിൽ ഹനാൻ ആലപിച്ച നീയെ പുഞ്ചിരി മറ്റൊരു ഹിറ്റായി. സിനിമാ ഗാന പിന്നണിയിൽ മാത്രമല്ല മുന്നണിയിലും അയാൾക്കിടമുണ്ട് എന്നതിനുള്ള തെളിവാണ് കാട്ടാളനിലെ ഹനാൻ ഷായുടെ പെർഫോമൻസ്. ആരും കാത്തിരിക്കാനില്ലെങ്കിലും അയാൾ മുന്നോട്ട് തന്നെ പോകും. നമ്മൾ കേൾക്കും അയാളെക്കുറിച്ചുള്ള കിസ്സകൾ, കഥകൾ നിലയ്ക്കാതെ.